നമസ്കാരം. കേരള രാഷ്ട്രീയത്തിൽ വല്ലാണ്ട് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒന്നാണ് PM ശ്രീ. നമുക്കറിയാം കഴിഞ്ഞ പിണറായി വിജയൻ സർക്കാരിൻ്റെ കാലത്ത് ഇലക്ഷനോടനുബന്ധിച്ച് വെറും 2 ആഴ്ചകൾ മാത്രം നിൽക്കെയാണ് PM ശ്രീയിൽ ആദ്യമായി ഒപ്പിടുന്നത്. അന്ന് വലിയ തരത്തിൽ ഇത് പ്രശ്നത്തിലോട്ട് പോയിരുന്നു. അത് പിന്നീട് പറയേണ്ട ഒരു കാര്യമാണ്. എന്നിരുന്നാൽ പോലും ഇപ്പോഴത്തെ വിഷയം UDFിനുള്ളിൽ ഭരണം മാറി കഴിഞ്ഞ 10 വർഷം ഇടതുപക്ഷം ഭരിക്കുന്നു. ഇപ്പോൾ ഭരണം മാറി UDFിൻ്റെ കൈകളിലോട്ട് എത്തുന്നു. ആ സമയത്ത് പോലും UDF പ്രത്യേകിച്ച് അവരുടെ ഇലക്ഷൻ ക്യാമ്പയിനിങ്ങിൽ ഈ പറഞ്ഞ പോലെ മുമ്പോട്ട് വെച്ച പ്രധാനപ്പെട്ട ഒന്നായിരുന്നു PM ശ്രീ അറബിക്കടലിലോട്ട് വലിച്ചെറിയും എന്നുള്ളത്. അറബിക്കടലിലോട്ടോ ചവറ്റുകൊട്ടയിലോട്ടോ എവിടെ വേണമെങ്കിലും വലിച്ചെറിഞ്ഞോട്ടെ. പക്ഷേ അതിപ്പോൾ തിരിച്ച് കരക്കടിഞ്ഞു എന്നുള്ള വാർത്തയാണ് വരുന്നത്. മാത്രമല്ല UDFിനുള്ളിൽ ഇതുമായി ബന്ധപ്പെട്ട് വലിയ തരത്തിലുള്ള അസ്വാരസ്യങ്ങൾ ഇപ്പോൾ തന്നെ പുറത്തു വന്നു. UDF കൺവീനർ അടൂർ പ്രകാശ് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞത് ഇതുമായി ബന്ധപ്പെട്ട് ഇനി പുറകോട്ട് പോകാൻ പറ്റില്ല, മുമ്പോട്ട് തന്നെയാണ് UDF എന്ന് പറയുന്നു. ഇതുമായി ബന്ധപ്പെട്ട് പിന്നീട് ലീഗിനുള്ളിൽ വലിയ തരത്തിലുള്ള അതൃപ്തി ഉണ്ടാകുന്നു. ലീഗിൻ്റെ പല നേതാക്കന്മാരും പരസ്യമായി രംഗത്ത് വരുന്നു. ഏറ്റവും അവസാനം ഇന്ന് മുഖ്യധാരാ മാധ്യമങ്ങളെല്ലാം പറയുന്ന അടൂർ പ്രകാശ് പുതിയ പ്രസ്താവന ഇറങ്ങി അത്തരത്തിലല്ല താൻ ഉദ്ദേശിച്ചത് എന്നുള്ളതും അങ്ങനെയൊന്നും താൻ പറഞ്ഞിട്ടില്ല എന്നുള്ള തരത്തിലേക്ക് അടൂർ പ്രകാശ് പറയുന്നു. പക്ഷേ അദ്ദേഹം മുഖ്യധാരാ മാധ്യമങ്ങൾക്ക് കൊടുത്ത ബൈറ്റിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നിരുന്നാൽ പോലും ലീഗിൻ്റെ മന്ത്രിസഭാ ഉപയോഗത്തിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം ചർച്ച ചെയ്യപ്പെട്ടു എന്നുള്ളത് സത്യമാണ്. അതുമായി ബന്ധപ്പെട്ട് പിന്നീട് PK കുഞ്ഞാലിക്കുട്ടി പറഞ്ഞത് അത് താൽക്കാലികമായ ഒരു ചർച്ച മാത്രമേ നടന്നിട്ടുള്ളൂ എന്നുള്ളതും ഇതിനെക്കുറിച്ച് ഇൻഡെപ്തായിട്ട് പഠിക്കാൻ ഒരു പാനൽ കമ്മിറ്റിയെ വെച്ചിട്ടുണ്ട് എന്നുള്ളതും വിദ്യാഭ്യാസ മന്ത്രി അഡ്വക്കേറ്റ് N ശംസുദ്ദീൻ അടക്കമുള്ള നേതാക്കന്മാരെ വെച്ചുകൊണ്ട് ഒരു പാനൽ കമ്മിറ്റി വെച്ചിട്ടുണ്ട്. അവരുടെ റിപ്പോർട്ട് വന്നിട്ടില്ല. റിപ്പോർട്ട് വന്നതിന് ശേഷം മാത്രമേ ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്യുന്നുള്ളൂ എന്നുള്ള രീതിയിലാണ് PK കുഞ്ഞാലിക്കുട്ടി പറഞ്ഞത്. പക്ഷേ എന്നിരുന്നാൽ പോലും ഇതുമായി ബന്ധപ്പെട്ട് മുമ്പോട്ട് പോകാനാണ് പല നേതാക്കന്മാരും തീരുമാനിച്ചിട്ടുള്ളതെന്നുള്ളതും എന്തിനേറെ പറയുന്നു വിദ്യാഭ്യാസ മന്ത്രി പോലും പറഞ്ഞത് ഒപ്പിട്ട് കഴിഞ്ഞു ഇനി ഇതിൽ നിന്ന് പിന്മാറാൻ പറ്റില്ല എന്നുള്ള രീതിയിലാണ് പല നേതാക്കന്മാരും പറയുന്നത്. പ്രത്യേകിച്ച് വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞത് ഇതുമായി ബന്ധപ്പെട്ട് മുമ്പോട്ട് പോകും എന്നുള്ളതാണ്. ഇതുമായി ബന്ധപ്പെട്ട് പിന്നീട് യൂത്ത് ലീഗിൻ്റെ തന്നെ IUML ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെ വിദ്യാർത്ഥി സംഘടനയായ MSF പരസ്യമായി വിദ്യാഭ്യാസ മന്ത്രിയുടെ പേരെടുത്ത് പറഞ്ഞിട്ടില്ല എന്നേ ഉള്ളൂ. ശംസുദ്ദീനെതിരെ രംഗത്ത് വരുന്നു. ഇത് നടപ്പിലാക്കാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞാൽ നടപ്പിലാക്കാൻ സമ്മതിക്കില്ല. അതിനുവേണ്ടി ഏതറ്റം വരെയും സമരത്തിന് പോകുന്നുള്ള രീതിയിൽ MSF പറയുന്നു. അപ്പം ഇത്തരത്തിൽ ലീഗിനുള്ളിൽ തന്നെ രണ്ട് സ്വരങ്ങൾ ഉയരുന്നു. കോൺഗ്രസിനുള്ളിൽ പ്രമുഖമായ വിഭാഗം പറയുന്നത് PM ശ്രീ നടപ്പിലാക്കണം എന്നുള്ള രീതിയിലാണ്. പക്ഷേ കോൺഗ്രസും ലീഗെല്ലാം പറഞ്ഞത് ഇത് നടപ്പിലാക്കില്ല എന്നുള്ള തരത്തിലായിരുന്നു 2026 നിയമസഭാ ഇലക്ഷനിൽ മുമ്പോടിയായി ജനങ്ങൾക്ക് കൊടുത്ത വാഗ്ദാനം. ഇപ്പം വീണ്ടും വലിയ വിവാദമാകുന്നത് SFIയുടെ സംസ്ഥാന സെക്രട്ടറി മുമ്പോട്ട് വെച്ച കുറച്ച് കാര്യങ്ങളാണ്. അദ്ദേഹം പറയുന്ന കുറച്ച് കാര്യങ്ങൾ PM ശ്രീ സീതി സാഹിബ് സ്കൂൾ അല്ലെങ്കിൽ PM ശ്രീ ബാഫക്കി തങ്ങൾ സ്കൂൾ എന്നുള്ള രീതിയിലൊക്കെ സ്കൂളുകളെ പേര് മാറ്റിക്കഴിഞ്ഞാൽ അത് ലീഗിന് സഹിക്കാൻ പറ്റുമോ? അങ്ങനെ ഒരു രീതിയിലോട്ട് പോയി കഴിഞ്ഞാൽ അത് തങ്ങൾ സമ്മതിക്കുന്ന കാര്യമല്ല എന്നുള്ള രീതിയിലാണ്. അപ്പോൾ അദ്ദേഹം കൃത്യമായി ലക്ഷ്യം വെക്കുന്നത് MSFന് അല്ലെങ്കിൽ യൂത്ത് ലീഗിനെ പ്രതിസന്ധിയിലാക്കുന്ന രീതിയിലായിട്ട്. അതിന് ഇന്നലെ തിരുവനന്തപുരത്ത് പാളയം ഇമാം അടക്കം വെള്ളിയാഴ്ച ജുമാ നിസ്കാരത്തിന് ശേഷം അദ്ദേഹം പരസ്യമായി സർക്കാരിനെതിരെ രംഗത്ത് വരുന്നു. പറഞ്ഞ വാക്ക് പാലിക്കുന്നതാണ് ഒരു മനുഷ്യൻ്റെ ഉത്തമ ഉദാഹരണം, നല്ലൊരു സ്വഭാവം എന്നുള്ളത്. ഇപ്പോൾ ഒന്ന് പറയും, പിന്നീട് അത് മാറ്റി പ്രവർത്തിക്കുന്നതല്ല. പറയുന്ന വാക്ക് എന്താണോ അത് പ്രവൃത്തിയിൽ കൊണ്ടുവരാൻ പറ്റുന്നതായിരിക്കണം യഥാർത്ഥ നേതാവ് എന്നുള്ളതും. അപ്പം ഇത്തരത്തിൽ പാളയം ഇമാം അടക്കമുള്ള പല നേതാക്കന്മാരും പരസ്യമായി ഈ പറഞ്ഞ പോലെ ലീഗിനെതിരെ അല്ലെങ്കിൽ UDFിനെതിരെ രംഗത്ത് വരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് ലീഗ് തന്നെ വലിയ തരത്തിലുള്ള പ്രതിസന്ധിയിലാണ്. അതിനിടയിൽ തന്നെ പല മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ലീഗിനുള്ളിൽ ഇതുമായി ബന്ധപ്പെട്ട രണ്ട് അഭിപ്രായമുണ്ട്, ഭിന്നസ്വരങ്ങളുണ്ട് എന്നുള്ള രീതിയിലും. പിന്നീട് PK കുഞ്ഞാലിക്കുട്ടി പറഞ്ഞത് ഇതൊന്നും ചർച്ച ചെയ്തിട്ടില്ല എന്നുള്ള രീതിയിലാണ് അദ്ദേഹം പറഞ്ഞത്. എന്നിരുന്നാൽ പോലും PM ശ്രീയിൽ ഈ സംഭവം വല്ലാണ്ട് ആളിക്കത്തുന്നു എന്നുള്ളതാണ്. അപ്പോൾ നമ്മളിതിൻ്റെ ഒരു കാര്യം നോക്കുകയാണെങ്കിൽ ഇലക്ഷന് 2 ആഴ്ചകൾ മാത്രം ബാക്കി നിൽക്കാനും PM ശ്രീയിൽ ഈ പറഞ്ഞ പോലെ അന്നത്തെ LDF സർക്കാർ പോയി ഒപ്പിടുന്നത്. അന്ന് മുന്നണിയിലെ മറ്റ് പാർട്ടികളോ അല്ലെങ്കിൽ മുന്നണിയിലെ മറ്റു മന്ത്രിമാരോ ആരും അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. പ്രധാനപ്പെട്ട 3 നേതാക്കന്മാർ മാത്രമാണ് ഇതുമായി ബന്ധപ്പെട്ടെന്ന് അറിഞ്ഞിട്ടുണ്ടായിരുന്നത്. ഒന്നാമത്തെ നേതാവ് അന്നത്തെ മുഖ്യമന്ത്രിയും അന്നത്തെ ആഭ്യന്തര വകുപ്പ് മന്ത്രിയുമായിരുന്ന പിണറായി വിജയൻ. രണ്ടാമത്തെ നേതാവ് മറ്റാരുമല്ല, അന്നത്തെ വിദ്യാഭ്യാസ മന്ത്രി V ശിവൻകുട്ടി. മൂന്നാമത്തെ നേതാവ് അവരുടെ MP CPMൻ്റെ MP ആയ ജോൺ ബ്രിട്ടാസ്. 3 ആൾക്കാർ മാത്രം വെച്ചുകൊണ്ട് അവർ മാത്രമാണ് ഇതിന് അന്ന് കുട പിടിച്ചത്. എന്നിരുന്നാൽ പോലും അതുമായി ബന്ധപ്പെട്ട് പിന്നീട് CPI പരസ്യമായി രംഗത്ത് വരുന്നു. PM ശ്രീയെ ബന്ധപ്പെട്ട് മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ തങ്ങളുടെ മന്ത്രിമാരെ മന്ത്രിസഭയിൽ നിന്നും പിൻവലിക്കും എന്നുള്ള രീതിയിലോട്ട് CPI നിലപാടെടുക്കുന്നു. അവസാനം അത് മരവിപ്പിക്കാൻ വേണ്ടി ഉത്തരവിട്ടു എന്നുള്ള രീതിയിലാണ് വരുന്നത്. അപ്പോൾ തുടക്കം കുറിച്ചത് CPM ആണ്. CPM പ്രത്യക്ഷത്തിൽ നോക്കിക്കഴിഞ്ഞാൽ അവർ ഇതുമായി ബന്ധപ്പെട്ട് മുമ്പോട്ട് പോകണം എന്നുള്ള രീതിയിലായിരുന്നു. പിന്നീട് ഭരണം മാറിക്കഴിഞ്ഞപ്പോൾ അവർക്ക് മനസ്സിലായി നല്ലൊരു വിഭാഗം ജനങ്ങളും PM ശ്രീയെ എതിർക്കുന്നുണ്ട്, പ്രത്യേകിച്ച് മുസ്ലിം ന്യൂനപക്ഷങ്ങൾ ഇതിനെതിരെ രംഗത്ത് വരുന്നുണ്ട് എന്നുള്ളതും. അതുകൊണ്ട് തന്നെ ഇത് കൃത്യമായി മുതലാക്കാൻ
എന്തായാലും തോറ്റു. ഇനിയിപ്പോൾ എന്തായാലും 5 വർഷത്തോട്ട് ഭരണം കിട്ടില്ല. അപ്പോൾ അടുത്ത 5 വർഷമെങ്കിലും കൃത്യമായി ഭരണം കിട്ടണമെങ്കിൽ ഇപ്പോൾ തന്നെ അത് അതിനുള്ള പണികൾ തുടങ്ങണം. സ്വാഭാവികമായിട്ടും ലീഗിൻ്റെ ഭാഗത്തു നിന്നൊരു തെറ്റ് കിട്ടിയ സ്ഥിതിക്ക് ഇനി അതിന്മേൽ പിടിച്ച് കയറും. സ്വാഭാവികമായിട്ടും PM ശ്രീയിൽ ഇത്തരത്തിൽ അദ്ദേഹം പറഞ്ഞത് PM ശ്രീ സീതി സാഹിബ് സ്കൂൾ അല്ലെങ്കിൽ PM ശ്രീ ബാഫഖലി തങ്ങൾ, PM ശ്രീ മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ സ്കൂൾ എന്നുള്ള തരത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ അത് ലീഗിന് സഹിക്കാൻ പറ്റുമോ എന്നുള്ള ചോദ്യം കൂടെ അദ്ദേഹം കൃത്യമാക്കുന്ന ഒന്ന് തന്നെയാണ്. മുസ്ലിം കമ്മ്യൂണിറ്റിക്കിടയിൽ ഈ PM ശ്രീ എന്നുള്ള സാധനം വാല് മുമ്പോട്ട് വെച്ച് തന്നാൽ ഇത്തരത്തിൽ എന്തായിരിക്കും പിന്നീട് ലീഗിൻ്റെ പോക്ക് എന്നുള്ളത്. കാരണം ലീഗിനെ സംബന്ധിച്ചിടത്തോളം ഇത് കഴിച്ചിട്ട് ഇറക്കാനും വയ്യ, മതിരിച്ചിട്ട് തുപ്പാനും വയ്യ എന്നുള്ളൊരവസ്ഥയിലാണ്. കാരണം ഒന്നല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ UDFൽ നല്ലൊരു വിഭാഗം കോൺഗ്രസ് നേതാക്കളും PM ശ്രീയെ അംഗീകരിക്കുന്ന രീതിയിലോട്ട് കാര്യങ്ങൾ പോകുന്നു. മറുവശത്ത് ലീഗിനുള്ളിൽ തന്നെ അംഗീകരിക്കണമെന്നും അംഗീകരിക്കപ്പെടേണ്ട എന്നുള്ള രീതിയിലുമുണ്ട്. പക്ഷേ MSFൻ്റെ നിലപാട് അംഗീകരിക്കില്ല എന്നുള്ളതാണ്. കാരണം PK നവാസ് അടക്കമുള്ള MSFൻ്റെ സംസ്ഥാന പ്രസിഡന്റ് അന്ന് ഇലക്ഷന് മുമ്പ് പറഞ്ഞത് ഇത് സമ്മതിക്കില്ല, അറബിക്കടലിൽ വലിച്ചെറിയുമെന്നാണ്. പക്ഷേ അറബിക്കടലിൽ നിന്ന് സാധനങ്ങളെല്ലാം തിരിച്ച് കരയിലോട്ട് കയറി എന്നുള്ള തരത്തിലാണ് കാര്യങ്ങൾ വരുന്നത്. അപ്പം മാത്രമല്ല ഇതുമായി ബന്ധപ്പെട്ട് പിന്നീട് ഇന്നലെ ഒരു യൂത്ത് ലീഗിൻ്റെ നേതാവ് FB പോസ്റ്റ് ഇട്ടത്, നിങ്ങളെ ജയിപ്പിച്ചത് ജനങ്ങളാണെങ്കിൽ താഴെ ഇരുത്താനും ജനങ്ങൾക്കറിയാം. അപ്പോൾ ജനങ്ങൾക്ക് കൊടുത്ത വാഗ്ദാനങ്ങൾ നേതാക്കന്മാർ മറക്കാൻ പാടില്ല എന്നുള്ള തരത്തിലുള്ള അതിൻ്റെ ചുരുക്കരൂപം ഇങ്ങനെയാണ്. അപ്പോൾ ലീഗിനുള്ളിൽ തന്നെ താഴെ തട്ടിലുള്ള അനുയായികളും അല്ലെങ്കിൽ നേതാക്കന്മാരുമെല്ലാം ലീഗിൻ്റെ മുതിർന്ന നേതാക്കന്മാർക്കെതിരെ പരസ്യമായി രംഗത്ത് വരുന്നു. അതിനിടയിൽ ഈ പറഞ്ഞ പോലെ എരുത്തിയിൽ എണ്ണ ഒഴിച്ചുകൊണ്ട് CPM SFIയുടെ സംസ്ഥാന സെക്രട്ടറി സജീവ് കൂടി ഇത്തരത്തിലുള്ള PM ശ്രീ വന്നു കഴിഞ്ഞാൽ സീതി സാഹിബ് സ്കൂളാക്കുമോ, PM ശ്രീ മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ സ്കൂൾ അങ്ങനെ തരത്തിലുള്ള പേര് മാറ്റുമോ എന്നുള്ളത് SFIയുടെ സംസ്ഥാന സെക്രട്ടറി PS സജീവ് കൂടി മുമ്പോട്ട് വെക്കുമ്പം എരുതിയിൽ എണ്ണ കത്തുന്നു, എണ്ണ പാരുന്ന കൂടി ആളിക്കത്തുന്ന രീതിയിലൂടെ ഈ സംഭവം പടരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് ലീഗിനുള്ളിലും ഭിന്നാഭിപ്രായമുള്ളത് പോലെ തന്നെ കോൺഗ്രസിനുള്ളിലും ഭിന്നാഭിപ്രായമുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് പറഞ്ഞ കാര്യം, കോൺഗ്രസ് എന്ന് പറയുന്നില്ല, കോൺഗ്രസിലെ മുഖ്യധാര നേതാക്കന്മാർ പറഞ്ഞ കാര്യം ഓൾറെഡി ഇത് ഒപ്പിട്ട് കഴിഞ്ഞു. ഒപ്പിട്ട സ്ഥിതിക്ക് ആ സർക്കാരിൻ്റെ സർക്കാരാണ് ഞങ്ങൾ, അപ്പം ആ നയത്തിൽ നിന്ന് മാറാൻ പറ്റില്ല. ഓൾറെഡി മുമ്പോട്ട് ഒപ്പിട്ട സ്ഥിതിക്ക് ഇനി അതിൽ നിന്നും പിന്നോട്ട് പോകാൻ പറ്റാത്ത രീതിയിലാണ് ആ കരാറുകൾ ഉള്ളത് എന്നുള്ള രീതിയിലായിരുന്നു. പക്ഷേ അതിനെതിരെ PM വഹാബ് ലീഗിൻ്റെ MP ലോക്സഭയിൽ കാര്യങ്ങൾ ചോദിക്കുന്നു. അതിനെതിരെ അന്നത്തെ സഹവിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞ കാര്യം, അത്തരത്തിൽ ഒപ്പിട്ടിട്ടുണ്ടെങ്കിൽ പിൻവലിക്കാൻ പറ്റും എന്നുള്ള രീതിയിലാണ്. അത് നിർബന്ധമായിരിക്കില്ല. പകരം PM ശ്രീയുടെ ഫണ്ട് ആ സ്കൂളുകൾക്ക് കിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ, അല്ലാണ്ട് യാതൊരുവിധ പ്രശ്നങ്ങളും അവിടെ ഇല്ല എന്നുള്ളത് പറയുന്നു. എന്തായാലും PM ശ്രീയിൽ ഇനി വരും ദിവസങ്ങളിൽ ഈ പറഞ്ഞ പോലെ സമ്മതിച്ചു കഴിഞ്ഞാൽ PM ശ്രീ സീതി സാഹിബ് സ്കൂൾ എന്നുള്ള രീതിയിലോട്ട് SFI മുമ്പോട്ട് വെച്ച രീതിയിലോട്ട് കാര്യങ്ങൾ പോകുമോ എന്നുള്ളത് കാത്തിരുന്ന് കാണണം.